നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം സൂര്യൻ തന്റെ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് വരുന്ന വിഷയമാണ്. അതുവഴി ഓരോ നക്ഷത്രക്കാർക്കും ഓരോ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ചുരുക്ക വിഷയമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സൂര്യൻ ചിങ്ങൻ രാശിയിൽ വരികയാണ്. അതായത് ചിങ്ങമാസത്തിൽ, ഈ മലയാള പുതുവർഷ ആരംഭത്തിൽ ചിങ്ങമാസത്തിൽ സൂര്യൻ 12 മാസങ്ങൾക്ക് ശേഷം സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. സൂര്യന് ഏറ്റവും ബലമുള്ള സമയമാണ്. അതായത് ഏത് ഗ്രഹവും സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഗ്രഹത്തിൽ നിൽക്കുമ്പോൾ അതിന് ബലം കൂടും. അപ്പൊ സൂര്യന് ഏറ്റവും ബലം കൂടുന്ന സമയമാണ് ഈ ചിങ്ങമാസം ചിങ്ങൻ രാശിയിൽ. സൂര്യൻ തന്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും, അതായത് ചില നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം കൂടും, ഭരണശേഷി കൂടും, നേതൃത്വ പാടവം ഉണ്ടാവും, സർക്കാരിൽ നിന്നും ആനുകൂല്യം കിട്ടും, പിതൃസ്വത്ത് കിട്ടാനിടവരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ആരോഗ്യ പുരോഗതി ഉണ്ടാകും എന്നിവ പ്രധാനമായിട്ടാണ് കാണുന്നത്. അപ്പം മേടം, മിഥുനം, തുലാം, ധനു, ചിങ്ങം എന്നീ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ വരുന്നത്. മേടക്കൂർ. അപ്പൊ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്താണ്? അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഇവർക്ക് അഞ്ചാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്ന സമയം. മേടക്കൂറിന്റെ 5-ലാണ്. അപ്പൊ 5-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് വരുന്നത്? ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ബുദ്ധിശക്തി ഉണ്ടാകും, പഠന കാര്യങ്ങളിൽ വിജയമുണ്ടാകും, സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും, സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകുന്ന അവസരങ്ങൾ വന്നു ചേരും, തൊഴിൽപരമായ പുരോഗതി ഉണ്ടാകുന്ന സമയവും കൂടിയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. ഇനി അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരമര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് 3-ാം ഭാവാധിപൻ 3-ൽ വരുന്നു. അതായത് സൂര്യൻ ഇവർക്ക് 3-ൽ വരുന്ന സമയം, അതായത് മിഥുനക്കൂറിന്റെ 3-ൽ. അപ്പൊ 3-ാം ഭാവാധിപൻ 3-ൽ വരുന്ന സമയമാണ്. അപ്പൊ 3-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കുന്നത്? ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്, ധൈര്യം വർദ്ധിക്കുന്ന സമയമാണ്, 3-ാം ഭാവം എന്ന് പറയുന്നത് സഹോദര ഭാവവും കൂടിയാണ്. അപ്പൊ സഹോദര ഗുണം കിട്ടുന്ന സമയമാണ്. സാഹിത്യം, കല ഇവയിൽ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന സമയമാണ്. അനുകൂലമായ തീരുമാനങ്ങൾ ഇവർക്ക് കിട്ടാവുന്ന ഒരു സമയമാണ്. അതായത് മിഥുനക്കൂറ് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാലാണ്. ഈ നക്ഷത്രങ്ങൾക്ക് സൂര്യൻ ലഗ്നാധിപനാണ്. അതോടൊപ്പം തന്നെ ആ രാശിയുടെ അധിപൻ കൂടിയാണ്. അപ്പൊ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുകയാണ്, ഇല്ലേ? ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ആത്മബലം കൂടും, ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും, വ്യക്തിത്വ വികസനം കിട്ടും, അംഗീകാരങ്ങൾ പലതും ഇവരെ തേടി വരും, സമൂഹത്തിൽ നേതൃത്വ സ്ഥാനം വഹിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. ഈ ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രംകാൽ ഈ നക്ഷത്രക്കാർക്ക്. ഇനി 4-ാമത്തെ കൂറ് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലി. ലഗ്നാധിപൻ തുലാക്കൂറാണ്. അപ്പൊ ഇവരുടെ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇതാണ്, ഈ ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലാണ്. അതായത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഇതിനു മുമ്പ് പറഞ്ഞ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രംകാലി. അപ്പൊ തുലാക്കൂറിലെ ഈ നക്ഷത്രക്കാർക്ക് 11-ാം ഭാവാധിപൻ 11-ൽ വരുന്നു. അതായത് തുലാക്കൂറിന്റെ 11-ലാണ്
ചിങ്ങൻ രാശി വരുന്നത്. അപ്പൊ ആ ചിങ്ങൻ രാശിയുടെ അധിപൻ ചിങ്ങൻ രാശിയിൽ, അപ്പൊ അതായത് 11ാം ഭാവാധിപൻ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ഈ 11ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശുഭസ്ഥാനമാണ്, ശുഭഭാവമാണ്. അപ്പൊ ആ ശുഭസ്ഥാനത്ത് 11ാം ഭാവമായ ശുഭസ്ഥാനത്ത് സൂര്യൻ നിന്നാൽ സാമ്പത്തികമായ വരവ്, മുന്നേറ്റം, വരുമാന കൂടുതൽ, ആഗ്രഹങ്ങൾ പലതും നടക്കാൻ ഇടവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഇവർക്ക് സാധ്യത വരുന്ന ഒരു സമയമാണ്. ഇനി അടുത്തത് 5ാമത്തെ രാശി ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം, കാലി. മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഇവർക്ക് 9ാം ഭാവാധിപൻ 9ൽ ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയം. അതായത് ധനുക്കൂറിന്റെ 9ലാണ് ചിങ്ങൻ രാശി വരുന്നത്. അപ്പൊ ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യൻ 9ാം ഭാവാധിപനാണ്. അപ്പൊ 9ാം ഭാവാധിപൻ 9ാം സ്ഥാനത്ത് വരുന്നത് നല്ലതാണ്. അത് 9ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യാൻ സ്ഥാനമാണ്. അപ്പൊ ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ വരുന്നത്. അപ്പൊ ഭാഗ്യാനുഭവങ്ങൾ പലതും ഉണ്ടാകും. പിതാവിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടാൻ ഇടവരും. ഉന്നതമായ പഠനം നടത്താൻ ഇവർക്ക് സാധ്യത വന്നു ചേരും. വിദേശ യാത്രകൾ പലതും ചെയ്യാൻ അവസരം വരും. ധർമ്മകാര്യങ്ങളിൽ ശ്രദ്ധ വരുന്ന ഒരു സമയവും കൂടിയാണ് ഈ സൂര്യൻ ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ ഈ പറഞ്ഞ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ഫലങ്ങൾ. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് എല്ലാ ഞായറാഴ്ചകളിലും ശിവപ്രിയ ജ്യോതിഷാലയത്തിന്റെ ഈ ചാനലിൽ ഞാൻ ലൈവിൽ വരുന്നതാണ്. ശിവപ്രിയ ജ്യോതിഷാലയത്തിന്റെ ചാനലിൽ ഞാൻ ലൈവിൽ വരുന്നതാണ്. ഞായറാഴ്ച രാത്രി 7 മണിക്ക്, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 7 മണിക്ക് ലൈവിൽ വരും. നിങ്ങളുടെ ജാതക സംബന്ധമായ കാര്യങ്ങൾ, നക്ഷത്രപരമായ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.